ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പം ഗോവിന്ദനും ഗീതുവിനും പ്രായമായതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ആ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് രണ്ടുപേരും ദീപം കൊളുത്തി അത് ഒഴുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഗീതു പറയുന്നുണ്ട്, 10-30 വർഷമായിട്ട് ഒഴുക്കുമല്ലേ, ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ, ഇനി നടക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാൾ ഒഴുക്കാൻ നേരത്ത് പുഴയൊക്കെ വറ്റി വരണ്ടു പോയില്ലേ, അതുകൊണ്ടായിരിക്കും. ഞാനതുകൊണ്ട് വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുഴയിൽ ഈ തവണ വെള്ളമുണ്ട്, നമുക്ക് എന്തായാലും ഈ തവണ ഒഴുക്കണം. ഒഴുക്കിയിട്ട് ഈ തവണ എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കും എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇവർക്ക് പ്രായമൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാനൊക്കെ വയ്യ. വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് ഞാൻ തൈലം ഇട്ട് തരാൻ ഗീതു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, രാധികാമ്മ സമ്മതിച്ചാലല്ലേ എന്ന് പറയുവാണ്. അപ്പോഴേക്കും രാധികാമ്മ വടിയൊക്കെ കുത്തി വരുവാണ്. കൊച്ചുമക്കളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. കൊച്ചുമക്കൾ വരുണ്ടേയും പ്രിയയുടെയും ഒക്കെ മക്കളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയാം, ചെന്ന് പിടിച്ചോണ്ട് വാടാ, രണ്ടിനെ 2 മുറി പൂട്ടിയിടണം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ പിള്ളേരായിട്ട് കാണിക്കുന്ന ഇപ്പോൾ ഉള്ളവർ തന്നെയുണ്ടോ, ഇച്ചിരി മുടിയിലൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അവർ ചെന്ന് പിടിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് രാധികാമ്മ പറയുവാണ്, ഇവന് ഞാൻ ഇനി പച്ചവെള്ളം കൊടുക്കുകയില്ല, ഇവളെ ഞാൻ വേറെ മുറി പൂട്ടിയിടും. 1000 തവണ ഇവൻ എനിക്ക് ഇമ്പോസിഷൻ എഴുതി കാണിക്കണം, ഗീതുവിനെ കാണാൻ പോവില്ല, എങ്കിൽ മാത്രമേ ഇവന് ഇനി വെള്ളമെങ്കിലും കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്വപ്നമായിട്ടാണ് കാണുന്നത്. അത് കണ്ട് ഗീതവും ഗോവിന്ദും ഉറക്കത്തിൽ പറയുവാണ്, അയ്യോ എനിക്ക് ഗീതുവിനെ കാണണേന്ന് ഗോവിന്ദിൻ്റെ തിരിച്ച് അയ്യോ കണ്ണേണ്ട ഇച്ചിരി വെള്ളം കൊടുക്കണേന്ന് പറഞ്ഞ് ഗീതവും കരയുവാണ് കേട്ടോ. രണ്ടുപേരും എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, സ്വപ്നമല്ലേ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ലായിരിക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് വൈകിട്ട് ഗീതുവിനോട് പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ഗീതു ആക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും പ്രിയ എന്തോ എഴുന്നേക്കാൻ നേരത്ത് പെട്ടെന്ന് ഗീതു അവിടെ കിടന്നിട്ട് ഗോവിന്ദാന്നുള്ള രീതിയിൽ പില്ലോ കെട്ടിപ്പിടിച്ച് ഓരോന്നും സംസാരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ പ്രിയ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. പ്രിയ പോയി കഴിയുമ്പോൾ ഗീതു, ഈ പരട്ടപ്പില്ലോയിലെ പൊടിയെല്ലാം കൂടെ എൻ്റെ വായിലും കയറി, ഇതിന് മുഴുവൻ നാരാണല്ലോ എന്ന് പറയുന്നത് എടുത്തൊരു ഈറും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. രേഖ പറയുന്നുണ്ട് പ്രിയയോട്, മോളെ അവരെ പിരിക്കണ്ട, അവർക്ക് നല്ല സ്നേഹമുണ്ട്, അതെനിക്ക് പരസ്പരം അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് പലതവണ തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പം പ്രിയ പറയുന്നുണ്ട്, അതെനിക്കറിയാം, പിരിക്കാൻ വേണ്ടിയല്ലോ, അകന്ന് നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയല്ലേ അകറ്റി നിർത്തിയേക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് ഗോവിന്ദിന് ചായ എടുക്കുമ്പോഴേക്കും രഞ്ജുവും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, പ്രിയയും പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുകയാണ്, എൻ്റെ ഏട്ടന് ചായ കൊടുക്കാൻ എനിക്ക് വേറെ ആരും സഹായം വേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ചായയും കൊണ്ടങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു അടുക്കളയിലോട്ട് വരുന്നുണ്ട്. ഗീതു പറയാണ്, അവൾ തന്നെ പോട്ടെ, ഇതൊരു പ്ലാനാ, അവളെ എങ്ങനെയും ഒന്ന് വിടണം എന്ന് ഓർത്തിയാനിരിക്കുമ്പോൾ നിങ്ങൾ കയറി തടയല്ലേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ അപ്പം തന്നെ വിളിച്ച് പറയുകയാണ് കേട്ടോ. ഇപ്പം പ്രിയമോള് മുറിയിലോട്ട് വരും, തുടങ്ങിക്കോ, ഇന്നലെ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ആക്ടിങ് തുടങ്ങിക്കോ എന്ന് പറയുകയാണ്. ഗോവിന്ദ് പെട്ടെന്ന് കട്ടിലേക്ക് ആക്ടിങ് തുടങ്ങുവാണ് കേട്ടോ. മോളെ വാ ചക്കരേ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ പ്രിയനെയാണെന്ന് ആദ്യം ഓർക്കുന്നത്, നമ്മുടെ ഗീതുവിനെ വിളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഗീതു ഓടി മുറിയിലോട്ട് വന്നിട്ട് പറയാം, അല്ല നീ പോന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തേ, ഞാനാണല്ലോ ഗോവിന്ദേട്ടനെന്നും ചായ കൊടുക്കുന്നത്. അപ്പം ഗോവിന്ദേട്ടനെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ കട്ടിലോട്ട് കൈ പിടിച്ച് ചേർത്ത് അടുത്തിരുത്താറുണ്ട്, നിന്നെങ്ങാനും പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിനക്ക് ഒച്ചുണ്ടായിന്, അതുകൊണ്ട് ഓടി വന്നതാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദും ഗീതവും നാണം കുണിക്കോടെ നിൽക്കുവാണ്. പ്രിയ ഇവിടുന്ന് നടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് പ്രിയ താഴെ ചെന്നിട്ട് രാധികാമ്മയോട് പറയുകയാണ്, നമ്മൾ ഓർക്കുന്ന പോലെയൊന്നും അല്ല, ഏട്ടനും ഗീതു ചേച്ചി തമ്മിൽ ശരിക്കുമുള്ള സ്നേഹമുണ്ട്, നല്ല അടുപ്പമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേസമയത്ത് ഗീതവും ഗോവിന്ദും മോളിയെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, എന്തായാലും ഇപ്പോൾ പ്രിയ എല്ലാം സെറ്റാക്കും, അവളുടെ അടുത്ത പ്ലാൻ എന്താണെന്നറിയാം, നമുക്ക് പോയി നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇനി എവിടെയും പോകേണ്ട, ഫസ്റ്റ് നൈറ്റ് ഇവിടെ തന്നെ നടക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും മോളിയും നോക്കുമ്പോഴത്തേക്കും രാധികാമ്മ പറയുകയാണ്, ഞാനല്ല ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണാത്തത്, നീയാണ് കാണാതിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയയ്ക്ക് അമ്മ എന്താ പിച്ചും പെയ്യും പറയുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇന്നലെ നമ്മുടെ കാഞ്ചനയും കൊണ്ട് അവരുടെ പ്ലാനിങ് ഷൂട്ട് ചെയ്തത് നമ്മുടെ രാധികാമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. രാധികാമ്മ അത് നേരെ എടുത്ത് പ്രിയനെ കാണിക്കുവാണ്. പ്രിയത് കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രിയ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.